ഞാനും ഇതുപോലൊരു വളവിലാണ് അഭിലാഷേണ്ണ പരിചയപ്പെട്ടത്. 10ാം വളവ് എന്ന് പറഞ്ഞ സിനിമ. ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാനും ഒന്ന് വിചാരിച്ചു, ഇല്ലെന്നും മനസ്സിലായി. ബിരിയാണി എങ്ങാനും കൊടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഞാനും ഇതുപോലൊരു വളവിലാണ് അഭിലാഷേണ്ണ പരിചയപ്പെട്ടത്. 10ാം വളവ് എന്ന് പറഞ്ഞ സിനിമ. പപ്പേട്ടനായിരുന്നു എൻ്റെ ഡയറക്ടർ. അതിൽ വിഷ്ണു വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അവിടെ നിന്ന് മുതലേ ഇവരുടെ ഓരോരോ ഇനി ചെയ്യാൻ പോകുന്ന പല കഥകളും കേട്ടിട്ടുള്ള ആളാണ്, മാളികപ്പുറം ഉൾപ്പെടെ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇതും നല്ലൊരു വിജയമായി തീരട്ടെ. അഭിലാഷ് ചേട്ടനും വിഷ്ണുവിനും രഞ്ജിൻ ആൻഡ് അർജുൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഞാൻ എന്തായാലും മാളികപ്പുറം ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ സ്വന്തം ടീമാണ് മാളികപ്പുറം. അപ്പോൾ അവരുടെ അടുത്തൊരു പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മാളികപ്പുറം എൻ്റെ സ്വന്തം ഫാമിലി പോലെയാണ് എനിക്ക്. അപ്പോൾ അവരുടെ അടുത്ത മൂവിയും അതേപോലെ അല്ല അതിന് മുകളിൽ ഹിറ്റാവട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അഭി എന്നെ വിളിച്ചു. ഒരു പ്രാവശ്യമൊന്നുമല്ല കേട്ടോ, ഒരു 4-5 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാനും വിചാരിച്ചു, ഇനി ഞാനെങ്ങാനും സിനിമയിലുണ്ടോ, ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാനും ഒന്ന് വിചാരിച്ചു, ഇല്ലെന്നും മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ നേരത്തെ ചെയ്ത് ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് സിനിമ. ഒരു സെക്കൻഡ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇവർ നേരത്തെ സിനിമ മാളികപ്പുറം ഞാനൊരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോണിൽ ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ മെയിൻ റീസൺ തീക്കുന്ന ആളാണ്. തിയേറ്ററിൽ 4 പ്രാവശ്യം കണ്ടു, തമിഴിൽ 2 പ്രാവശ്യം, മലയാളത്തിൽ 2 പ്രാവശ്യം. അപ്പോൾ ഈ ഒരു സിനിമയും ഗംഭീര ഹിറ്റ് ആവട്ടെ. സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. മുരളിച്ചേട്ടാ, അഭി, വിഷ്ണു, രഞ്ജൻ, അർജുൻ, എല്ലാവർക്കും എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ്. എന്താ പറയുക, അടുത്തത് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചിനും തുടർന്ന് അതിൻ്റെ ഗ്രാൻഡ് സക്സസ് മെഗാ ഹിറ്റായിട്ട് ഒരു 100 crore ക്ലബിൽ കയറി കഴിയുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സ്റ്റേജിലേക്ക് വിളിച്ചത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. അഭിലാഷ് ചേട്ടൻ്റെ കോള് പോലെ തന്നെയായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഈ ടീമുമായിട്ട് നേരിട്ട് ബന്ധമില്ല, എനിക്ക് പരിചയമുള്ളത് അഭിലാഷ് ചേട്ടനുമായിട്ടാണ്. അഭിലാഷ് ചേട്ടനെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു ഷോയിൽ, എനിക്കൊന്ന് 10ാം വളവിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഷോയിൽ വെച്ച് പരിചയപ്പെടുന്നത്. അതിനുശേഷം സുരേഷ് ഗോപി സാറിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നമ്മളൊന്നുകൂടെ ഓർമ്മ പുതുക്കി. ആ ഓർമ്മയുടെ പുറത്താണ് ശരിക്കും ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന പടത്തിൽ എനിക്കൊരു ചാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ പരിസര പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു, ഞാൻ നാട് വിട്ടു പോയിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് അത് നടന്നില്ല. പക്ഷേ അടുത്ത സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ആയപ്പോൾ ഇപ്പോൾ ശിവതി ചേച്ചി പറഞ്ഞതുപോലെ ബിരിയാണി എങ്ങാനും കൊടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത്. കിട്ടുമോ കിട്ടില്ല എന്നറിയില്ല, അതെന്തായാലും പിന്നെ നോക്കാം. പക്ഷേ എന്തായാലും സിനിമയ്ക്ക് എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സുമതി വളവ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു ഞാൻ അതിനെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ കഥകളൊക്കെ പോലെ തന്നെ വലിയൊരു ഹിറ്റായി മാറട്ടെ സിനിമയും. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 100 ദിവസം പോട്ടെ, അതിൻ്റെ സെലിബ്രേഷനായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഹലോ, ഞാൻ എന്തായാലും മാളികപ്പുറം ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ സ്വന്തം ടീമാണ് മാളികപ്പുറം. അപ്പോൾ അവരുടെ അടുത്തൊരു പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മാളികപ്പുറം എൻ്റെ സ്വന്തം ഫാമിലി പോലെയാണ് എനിക്ക്. അപ്പോൾ അവരുടെ അടുത്ത മൂവിയും അതേപോലെ അല്ല അതിന് മുകളിൽ ഹിറ്റാവട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം അടിപൊളിയാവട്ടെ.